കോവിഡ്-19 വീണ്ടും വർദ്ധിച്ചു വരികയാണ്. ഒരുപക്ഷെ മുൻകാലത്ത് അത്ര അപകടകരാവസ്ഥ ഇന്നിവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പണ്ടത്തെ പോലെ വാക്സിൻ എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എന്നാലും പ്രതിരോധ ശേഷി കുറഞ്ഞവർ, മറ്റ് റിസ്കുകളുള്ളവർ, ഹെൽത്ത് കെയർ വർക്കേഴ്സൊക്കെ വാക്സിനേഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കോവിഡ്-19 ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കാരണം തീർച്ചയായും കോവിഡ്-19 വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായി ജലാംശം ഉള്ളിലെത്തണം, മൾട്ടി വൈറ്റമിൻസ് ഇതൊക്കെ കൊടുത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നല്ല കറക്റ്റ് സപ്പോർട്ട് കൊടുക്കണം, നമ്മളെ ബോഡിയൊക്കെ കറക്റ്റ് ഫിറ്റാക്കി വെക്കാൻ രീതിയിലുള്ള എക്സസൈസുകൾ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാൽ ഒരുപക്ഷെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. ശക്തമായിട്ടുള്ള പനി വരാം. പിന്നെ കോവിഡ്-19 ചുമ എന്ന് പറഞ്ഞാൽ ഒരു വരണ്ട ചുമയാണ്, ഡ്രൈ കോഫാണ്. ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാറുണ്ട്. പനി മാത്രമല്ല, ചിലർക്ക് പനിയോടൊപ്പം ഒരു വിറയലും അനുഭവപ്പെടാറുണ്ട്. മറ്റ് പനികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പലപ്പോഴും കോവിഡ്-19 കാണുന്ന ലക്ഷണമാണ് രുചിയും മണവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ചില ആൾക്കാരിൽ ശക്തമായിട്ടുള്ള തലവേദന അനുഭവപ്പെടാറുണ്ട്, ക്ഷീണം, പിന്നെ ചില ആൾക്കാർക്ക് വയറിളക്കം, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. പിന്നെ മൂക്കൊലിപ്പ് പോലത്തെ കോമൺ കോൾഡിൽ കാണുന്ന ലക്ഷണങ്ങൾ ഒരുപാട് ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. തീർച്ചയായും ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോവിഡ്-19 പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഇതിനെ പൊരുതി തോൽപ്പിക്കാനുള്ള എല്ലാ ആക്ഷൻസും നടപടികളും സ്വീകരിക്കുക. ഒക്കെ മുൻകാലങ്ങൾക്ക് വളരെ അപകടകരമായ രോഗമായിരുന്നു. ഒരുപാട് പേർക്ക് വന്നുപോയത് കൊണ്ടും വാക്സിനേഷൻ എടുത്തത് കൊണ്ടും ഈ അസുഖത്തെ ഒരു കടിഞ്ഞാണ്ടിടാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോവിഡ്-19 മുൻപത്തെ ഒരു അൺനോൺ വൈറസ് ആയിരുന്നെങ്കിൽ നമുക്ക് നോൺ വൈറസാണ്. പക്ഷേ ഇതിൽ എന്ത് തരം ആൻറ്റിജൻ ഷിഫ്റ്റാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കൽ ആവശ്യമാണ്.